കുഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട്, തല ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. അത് നോർമലാണോ? അല്ല, അത് നോർമൽ അല്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞു അവളുടെ എല്ലാ മൂവ്മെന്റ്സും നോർമൽ അല്ല, പക്ഷെ എല്ലാം അബ്നോർമൽ ആവേണ്ട കാര്യവും ഇല്ല. എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞുങ്ങാവയുടെ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ്, അതായത് കുഞ്ഞു ഞെട്ടുന്നു, ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രിഷനെ കാണിക്കണം, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. കുഞ്ഞിന്റെ എല്ലാ മൂവ്മെന്റ്സും ഷഡറിങ് അറ്റാക്ക് അല്ല, എല്ലാ മൂവ്മെന്റ്സും ബിനൈൻ സ്ലീപ്പ് മയോക്ലോണസും അല്ല. കുഞ്ഞു അവയ്ക്ക് അബ്നോർമൽ മൂവ്മെന്റ്സ് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായും പീഡിയാട്രിഷനെ കാണിക്കുക, അല്ലെങ്കിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക. കാരണം തുടർച്ചയായ മൂവ്മെന്റ്സ് കണ്ടാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു വീഡിയോ എടുക്കുക, റെക്കോർഡ് ചെയ്യുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഡോക്ടർക്ക് ചിലപ്പോൾ ആ സമയത്ത് മൂവ്മെന്റ്സ് കാണണം എന്നില്ല ഡോക്ടറെ കാണിക്കുമ്പോൾ, അപ്പോൾ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുക, കുഞ്ഞു ഞെട്ടുകയും അതിൻ്റെ ഒപ്പം കുഞ്ഞിൻ്റെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഫൻറ്റൈൽ സ്പാസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങളായിരിക്കും. പലപ്പോഴും കുഞ്ഞു അവളെ കൊണ്ടുവരുന്ന ഒരുപാട് വൈകിട്ടാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞെട്ടുന്നതിൻ്റെ ആയിരിക്കും, പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞെട്ടുന്നത് അല്ല, ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫൻറ്റൈൽ സ്പാസം എന്നൊരു അവസ്ഥയായിരിക്കാം. അതുപോലെ ഷഡറിങ് അറ്റാക്സ് ഒരു ബിനൈൻ കണ്ടീഷനാണ്, അത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ് നോർമൽ, എന്താണ് അബ്നോർമൽ എന്നറിയണമെങ്കിൽ തുടർച്ചയായ എന്ത് അബ്നോർമൽ മൂവ്മെന്റ്സ് കണ്ടാലും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പീഡിയാട്രിഷനെ കാണിക്കുക. എന്നിട്ട് അതിന് ഇവാലുവേഷൻ ആവശ്യമെങ്കിൽ EG എടുക്കേണ്ടതും ആവശ്യമാണ്. അല്ലാതെ എല്ലാം നോർമൽ അല്ല, എല്ലാം അബ്നോർമലും അല്ല. ചിലതൊക്കെ യഥാസമയത്ത് ചികിത്സിച്ചാൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ.